ഹലോ എവ്രി വൺ. UGC നെറ്റ് പേപ്പർ 2 ഇമോഷൻ എന്ന യൂണിറ്റിലെ തിയറീസ് ഓഫ് ഇമോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. According to which theory of emotion, the physiological reaction and the emotion are assumed to occur simultaneously? Option A, James Lange theory. Option B, Cannon-Bud theory. Option C, cognitive arousal theory. And option D, cognitive mediational theory. So here the correct answer is option B, Cannon-Bud theory. സോ കാനൻ-ബാർഡ് തിയറി ഓഫ് ഇമോഷനിൽ പറയുന്നത് ഇമോഷനും ഫിസിയോളജിക്കൽ റിയാക്ഷനും നടക്കുന്നത് ഒന്നിച്ചാണ്, സൈമിൾട്ടേനിയസ്ലി ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, ഒരു പേഴ്സൺ ഒരു സ്നേക്കിനെ കാണുന്നു, ആ ടൈമിൽ അവരുടെ ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, അതിൻ്റെ കൂടെ തന്നെ അവർക്ക് ഫിയർ എന്നുള്ള ഒരു ഇമോഷനും എക്സ്പീരിയൻസ് ആവുന്നു. സോ ഇവിടെ ഈ രണ്ട് കാര്യങ്ങൾ, ഇമോഷനും ഫിസിയോളജിക്കൽ റിയാക്ഷനും നടക്കുന്നത് ഒന്നിച്ചാണ്. അതാണ് കാനൻ-ബാർഡ് തിയറിയിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ മറ്റ് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഓപ്ഷൻ എയിൽ പറഞ്ഞിരിക്കുന്നത് ജെയിംസ് ലാങ് തിയറി എന്നുള്ളതാണ്. ജെയിംസ് ലാങ് തിയറിയിൽ പറയുന്നത് ഫസ്റ്റ് ഫിസിയോളജിക്കൽ റിയാക്ഷൻ വരുന്നു, ദെൻ ആണ് ഇമോഷൻ വരുന്നതെന്നാണ്. സോ ഇറ്റ്സ് എ റോങ് ഓപ്ഷൻ. ദെൻ ഓപ്ഷൻ സിയിൽ പറഞ്ഞിട്ടുള്ളത് കൊഗ്നിറ്റീവ് അറൗസൽ തിയറി എന്നുള്ളതാണ്, വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് സാഷ സിംഗർ തിയറി ഓഫ് ഇമോഷൻ. അവിടെ പറയുന്നത് ഫിസിയോളജിക്കൽ അറൗസൽ പ്ലസ് കൊഗ്നിറ്റീവ് ലാബിൽ എന്നുള്ളതാണ് നമുക്ക് ഇമോഷനായിട്ട് വരുന്നത്. അതായത് നമ്മുടെ ഇമോഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മളൊരു സിറ്റുവേഷനെ എങ്ങനെ ഇൻറ്റർപ്രിറ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ബേസിലാണ്. സോ ഇതും ഒരു റോങ് ഓപ്ഷനാണ്. ദെൻ ഓപ്ഷൻ ഡിയിൽ പറഞ്ഞിട്ടുള്ളത് കൊഗ്നിറ്റീവ് മീഡിയേഷണൽ തിയറിയാണ്. അവിടെ പറഞ്ഞിട്ടുള്ളത് കൊഗ്നിറ്റീവ് അപ്രൈസലാണ് ഫസ്റ്റ് വരുന്നത്, എന്നിട്ട് മാത്രമാണ് ഇമോഷനും അറൗസലൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ആവുന്നത്. സോ ഇവിടെ നമുക്ക് ഇമോഷനും ഫിസിയോളജിക്കൽ റിയാക്ഷനും ഒന്നിച്ച് വരുന്നത്, സൈമിൾട്ടേനിയസ്ലി വരുന്ന തിയറി ഓഫ് ഇമോഷൻ എന്ന് പറയുന്നത് കാനൻ-ബാർഡ് തിയറി എന്നുള്ളതാണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, കാനൻ-ബാർഡ് തിയറി.